നോക്കാം. അതിർത്തിയിൽ ചൈന പുതിയ 2 കൗണ്ടികൾ രൂപീകരിച്ച സംഭവത്തിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യ കൗണ്ടികളുടെ പല ഭാഗങ്ങളും ലഡാക്കിന്റേതെന്ന് വിദേശകാര്യ വക്താവ് ചൈനയെ എതിർപ്പറിയിച്ചെന്നും രൺധീർ ജയ്സ്വാൾ. We have seen the announcement pertaining to the establishment of 2 new counties in Hotan Prefecture of China. Parts of jurisdiction of these so-called counties fall in India's Union Territory of Ladakh. We have never accepted the illegal Chinese occupation of Indian territory in this area. Creation of new counties will neither have a bearing on India's long-standing and consistent position regarding our sovereignty over the area, nor lend legitimacy to China's illegal and forcible occupation of the same. We have lodged a solemn protest with the Chinese side through diplomatic channels. അതിർത്തിയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തയാണ്. ചൈന പുതിയ 2 കൗണ്ടികൾ രൂപീകരിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ ചൈനയ്ക്കെതിരെ ഇന്ത്യ കൗണ്ടികളുടെ പല ഭാഗങ്ങളും ലഡാക്കിൻ്റേതെന്ന് വിദേശകാര്യ വക്താവ് ചൈനയെ എതിർപ്പറിയിച്ചെന്നും രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും അഗസ്റ്റ് സെബാസ്റ്റ്യനാണ് ചേരുന്നത്. അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ, ഇപ്പോൾ എന്തായാലും ഇക്കാര്യത്തിൽ ചൈനയെ ഇന്ത്യ എതിർപ്പ് അറിയിച്ചിരിക്കുകയാണ്. ചൈനയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? വിവരം നൽകാം. ഈ കഴിഞ്ഞ ഡിസംബർ 27-നാണ് ചൈനീസ് മാധ്യമമായ സിൻഹുവ ഇന്ത്യയുടെ ചൈനീസ് അതിർത്തിയിൽ ചൈന 2 പുതിയ കൗണ്ടികൾക്ക് രൂപം നൽകുന്ന വാർത്ത പ്രസിദ്ധീകരിച്ചത്. വടക്ക് പടിഞ്ഞാറൻ ചൈനയിലെ ഷെൻജിയാങ് ഉയ്ഗുർ സ്വയംഭരണ പ്രദേശത്താണ് ഈ കൗണ്ടികൾ രൂപീകരിച്ചത്. ഹെയാൻ ഹെക്കാങ് എന്നീ പേരുകളിലായിരുന്നു കൗണ്ടികൾ. ഈ കൗണ്ടികളിലെ സ്ഥലങ്ങൾ ലഡാക്കിൻ്റെതാണ് എന്നാണ് ഇപ്പോൾ ഇന്ത്യയുടെ അവകാശവാദം. ഇത് വളരെ ഗുരുതരമായ ഇന്ത്യയുടെ ലഡാക്ക് മേഖലയും ചൈന കയ്യേറുന്നു എന്ന നിലയ്ക്കുള്ള സ്ഥിരീകരണം കൂടിയാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഈ സംഭവത്തോട് പ്രതികരിച്ചതുകൊണ്ട് നടത്തിയിരിക്കുന്നത്. ഈ കൗണ്ടികളുടെ രൂപീകരണം സംബന്ധിച്ച് ചൈനയോട് നയതന്ത്ര മാർഗങ്ങൾ വഴി പ്രതിഷേധം അറിയിച്ചതായി അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നേരത്തെ തന്നെ ഈ കൗണ്ടികളുടെ രൂപീകരണം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയും സ്റ്റേറ്റ് കൗൺസിലും അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇത് വ്യക്തമായ അധിനിവേശമാണ് നിലപാടിലാണ് ഇന്ത്യ. കാരണം ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാണ്. കേന്ദ്രഭരണ പ്രദേശമായ സ്ഥലങ്ങളാണ് ഈ പുതിയ 2 ഹെയാൻ ഹെക്കാങ് കൗണ്ടികൾ എന്ന പേരിൽ ചൈന ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ളത്. ഈ പുതിയ 2 തദ്ദേശ ഗവൺമെന്റുകളാണ് ഇപ്പോൾ ചൈന അവിടെ രൂപീകരിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഷിൻജിയാങ് ഉയ്ഗുർ എന്ന സ്വയംഭരണ മേഖലയിലാണ് ഈ 2 പുതിയ കൗണ്ടികൾ രൂപീകരിച്ചിട്ടുള്ളത്. ഇന്ന് വാർത്താ സമ്മേളനത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയത്. ചൈനയെ നയതന്ത്ര മാർഗങ്ങളിലൂടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സ്വാതി. ശരി, അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ.